ഹായ്, ഓടത്തി കിച്ചണിലേക്ക് സ്വാഗതം. കപ്പ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ് കപ്പ കടുകിട്ടത്. 4 മണിക്ക് കട്ടൻ കാപ്പിയുടെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. കപ്പ ഇതുപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണാക്കി വെച്ചു. ആദ്യം നല്ല വെള്ള നിറത്തിലുള്ള ഫ്രഷ് കപ്പയാണ്. മണ്ണൊക്കെ കഴുകി കളഞ്ഞ് പുറംതൊലി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ചെത്തി കഷ്ണങ്ങളാക്കാം. ഇത്ര വലുപ്പത്തിൽ പീസസ് ആക്കി, വലുപ്പം വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഒരേ കനത്തിലാവണം. അപ്പോൾ ഒരേപോലെ വെന്ത് കിട്ടും. 4 ആക്കി മുറിച്ചിട്ട് ചെറിയ കഷ്ണാക്കാൻ ചെയ്യാം. ഇത് കൂടുതൽ എളുപ്പമാണ് ഇങ്ങനെ ചരിച്ച് നുറുക്കാൻ. പാകത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്, തിളച്ചു. ഇനി കപ്പ ഇടാം. 1/2 കിലോ കപ്പയാണ് എടുത്തേക്കണേ. വേഗം വേവണ കപ്പയാണ്. നല്ലോണം ആയിട്ടുണ്ട്. ഇനി ഉപ്പിടാം. ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഊറ്റി കളയാനുള്ളതാണ്. ഉപ്പ് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവട്ടെ. വെള്ളം ഊറ്റി കളയാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. കറിവേപ്പില നല്ലോണം വേണം. ചുവന്ന മുളകാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഇരുവന്നെ മതി. ഉള്ളി ഒന്ന് ചെറുതായിട്ട് നുറുക്കാം. കറിവേപ്പിലും മുളകും ഒക്കെ ഒരുമിച്ചാണ് ഇടുക. അതുകൊണ്ട് മിക്സ് ആയാലും കുഴപ്പമില്ല അങ്ങനെ നുറുക്കുമ്പോൾ. ഇതിലേക്ക് സബോളയെക്കാളും ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ച് വറുത്തിടുമ്പോൾ കപ്പയിലേക്കൊക്കെ നല്ല സ്വാദാണ്. ഉള്ളി നുറുക്കി കഴിഞ്ഞ് ഇനി ചുവന്ന മുളക് കഷ്ണങ്ങളാക്കാം. സാധാരണ വറുത്തിടുന്നേക്കാളും ഇത്തിരി നല്ലോണം കൂടുതൽ വേണം. 6 മുളക് എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എരിവ് തന്നെയാണ് കപ്പയിലേക്ക് കിട്ടുക. ഇനി 3-4 തണ്ട കറിവേപ്പില. ഇനി വറുത്തിടാം. ഇപ്പോൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചൂടാവട്ടെ. ഇനി കടുക് 1.5 ടീസ്പൂൺ ചേർക്കാം. പൊട്ടിക്കഴിഞ്ഞു. ഇനി ഉള്ളിയും മുളകും കറിവേപ്പിലയും ചേർക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. പക്ഷെ സാധാരണ ഇങ്ങനെ ഉണ്ടാക്കണേലേക്ക് ചേർക്കാറില്ല. ഉള്ളി ഒന്ന് നല്ലോണം മുരിഞ്ഞ് ചുവന്ന് വരണം. കപ്പ നേരത്തെ വേവിച്ച് വെച്ചിട്ട് കഴിക്കാൻ നേരമാകുമ്പോൾ വറുത്തിട്ടാലും വേഗം ജോലി കഴിയും. എണ്ണയുടെ ചൂടിൽ കപ്പയും ചൂടായിക്കോളും. കാലത്തൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാൻ നേരത്ത് ഇങ്ങനെ വറുത്തിട്ടാൽ മാത്രം മതി. ഇനി നമുക്ക് കപ്പ ഇടാം. കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴഞ്ഞിട്ടായാലും സ്വാദ് തന്നെയാണ്. ഇത് നല്ലോണം വേവണ കപ്പയാണ്. ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ മാത്രം നാളികേരം ഉപയോഗിക്കാം. അധികം വേണ്ട, ഒരു 1-1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഓഫ് ചെയ്ത ശേഷം നാളികേരം ഇട്ടാൽ മതി. കപ്പയുടെ ചൂടിൽ തന്നെ നാളികേരം ആയിക്കോളും. അങ്ങനെ കപ്പ കടുകിട്ടത് റെഡി ആയിട്ടുണ്ട്. കപ്പ സാധാരണ ഉപ്പിട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ കൂട്ടാനോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇങ്ങനെയാവുമ്പോൾ അതൊന്നും വേണ്ട. നല്ല സ്വാദുമാണ്. ഇഷ്ടമായ ഓടത്തി കിച്ചൻ ലൈക്ക് ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.